ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്രീ വരാഹമൂർത്തി ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷനെ വധിച്ചതും മഹർഷിമാരുടെ സ്തുതിയുമാണ് ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. 13-ാം ദശകം കൂടി വായിക്കുമ്പോഴാണ് വരാഹാവതാരം പൂർത്തിയാകുന്നത്. 3 ദശകങ്ങളിലായിട്ടാണ് ഭട്ടതിരിപ്പാട് വരാഹാവതാരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. 11, 12, 13. 11ഉം 12ഉം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് 13-ാമത്തെ ദശകമാണ്. ഇതിൽ ഹിരണ്യാക്ഷവധമാണ് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത് എങ്കിലും ഭക്തോത്തംസനായ ഭട്ടേരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഭഗവാനോടുള്ള ഭക്തിഭാവത്തെ വിട്ടുകളയാതെയാണ് ഈ ദശകവും വർണ്ണിച്ചിരിക്കുന്നത്. ഭട്ടതിരിയുടെ അപാരമായ കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല. ഏത് അസുരനെ കൊല്ലുമ്പോഴും എന്ന് വേണ്ട, നാരായണീയത്തിലെ ഏത് ദശകത്തിലും മേൽപ്പത്തൂരിൻ്റെ ഉള്ളിലുള്ള ഭഗവത് ഭക്തി ഇങ്ങനെ ഓളം വെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മേൽപ്പത്തൂരിനെ പോലെ ഭഗവാനിൽ അടിയുറച്ച ഭക്തി നമുക്കെല്ലാം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 13-ാമത്തെ ദശകത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ശ്ലോകം 1. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുന്നത് വരദ എന്നാണ്. ഹേ വരദ, അല്ലയോ വരദാതാവായുള്ളോനെ, വരം ദാനമായി നൽകുന്നതിൽ ഉത്സുകനാണ് ഭഗവാൻ. എന്താണ് വരം? തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുക. തൻ്റെ ഭക്തർക്ക് വേണ്ടത് വേണ്ടപ്പോൾ നൽകി രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. തൻ്റെ ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ എന്ന ഭട്ടതിരിപ്പാട് 1-ാമത്തെ ദശകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ വന്ന് ഒന്ന് നമസ്കരിക്കുന്നവർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നു. ചോദിക്കുന്നതും ചോദിക്കാത്തതും എല്ലാവർക്കും അവർക്ക് വാരിക്കോരി കൊടുക്കുന്നവനല്ലേ ഭഗവാൻ. അതുമാത്രമല്ല, പരമാനന്ദ ഗതിയും നൽകി അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ആരന്വേഷിച്ചുകൊണ്ട് നടന്നു? ഹിരണ്യാക്ഷം, ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്തിനാണ് ഭഗവാനെ തിരയുന്നത്? ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്യാൻ സമർത്ഥൻ വിഷ്ണു ഭഗവാനാണ് എന്ന് വരുണദേവൻ പറഞ്ഞുകൊടുത്തു. ഭഗവാനെ പ്രകോപിപ്പിക്കാൻ വിഷ്ണുപത്നിയായ ഭൂമിയെ പ്രളയജലത്തിൽ മുക്കിവെച്ചു. ഭാര്യയെ തട്ടിക്കൊണ്ടുപോയാൽ ഭർത്താവ് യുദ്ധം ചെയ്യാൻ വരാതിരിക്കുകയില്ലല്ലോ. ഗദയുമേന്തി യുദ്ധത്തിന് തയ്യാറായി ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ് ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ആരെത്തി? ഭവത് ഭക്തോ ഗത്വാ കപടപടുതീർ നാരദമുനിഹി. ഹേ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തനായ നാരദമുനി ഹിരണ്യാക്ഷൻ്റെ മുന്നിലെത്തി. എങ്ങനെയുള്ള നാരദമുനി? കപടപടുധീഹി, കാപട്യത്തിൽ മിടുക്കുള്ള നാരദമുനി. കപടന്മാരായ അസുരന്മാരിൽ പ്രയോഗിക്കാൻ മിടുക്കും സാമർഥ്യവും ബുദ്ധിയുമുള്ളവനായ നാരദമുനി. നാരദൻ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി നാരം ദദാതി ഇതി നാരദഃ എന്നാണ്. നാരം എന്നാൽ ആത്മജ്ഞാനം എന്നർത്ഥം. ആത്മജ്ഞാനം നൽകുന്നവനാണ് നാരദൻ. ഇവിടെ ഇതാ ആ അസുരൻ്റെ മുന്നിൽ നാരദമുനി എത്തി. എന്തിന്? ഹിരണ്യാക്ഷന് ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ. ഭഗവാനെ അന്വേഷിക്കുന്നവർക്ക് ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ ഒരു ഗുരു എത്തുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ നാരദ മഹർഷി ഗുരുവായി ഹിരണ്യാക്ഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ഹിരണ്യാക്ഷൻ എന്തു ചെയ്യുകയായിരുന്നു? ഭവതന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജ ജംഘാപരിമിതേ. സാംവർത്തേ പയസി, ആ പ്രളയജലത്തിൽ വെള്ളം എത്രയുണ്ട്? അവൻ്റെ ജംഘാപരിമിതേ, കണങ്കാലോളമേ ഉള്ളൂ. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ വലിപ്പം നമ്മളൊന്ന് മനസ്സിൽ കാണണം. അസുരന്മാർക്കെല്ലാം വലിപ്പം കൂടുതലാണ്. എന്നിട്ട് ആ പ്രളയജലത്തിൽ ചരന്തം ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് ഭഗവാനെ കണ്ടുപിടിക്കാൻ. അപ്പോഴാണ് നാരദമുനി എത്തിയത്. നാരദമുനി എന്തു ചെയ്തു? ഹിരണ്യാക്ഷൻ്റെ അടുത്തു ചെന്നു. ശനൈ ഹി ഊജേ, പതുക്കെ പറഞ്ഞു.
എന്തിനാണ് പതുക്കെ പറഞ്ഞത്? അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ. എന്താ പറഞ്ഞത്? നന്ദം ധനുജമപി നിന്ദം സ്തവബലം. ആ അസുരൻ്റെ ബലം പുകഴ്ത്തി പറഞ്ഞു. പ്രശംസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നിട്ട് നിന്ദം സ്തവബലം, ഭഗവാന്റെ ബലത്തെ നിന്ദിച്ചും പറഞ്ഞു. നന്ദിക്കേണ്ടവനായ ഭഗവാനെ നിന്ദിച്ചു. സ്തുതിയിലും നിന്ദയിലും ഒരു കാര്യവുമില്ല എന്ന് ഭഗവാൻ അറിയാം. തുല്യനിന്ദാസ്തുതർമൗനി സന്തുഷ്ടോ യേന കേനചിത് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രശംസിക്കുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും, നമ്മുടെ കഴിവുകൾ ചോർന്നു പോകും. എങ്കിലല്ലേ അസുരൻ തൻ്റെ ബലത്തിൽ അഹങ്കരിച്ച് ഭഗവാനുമായിട്ട് പെട്ടെന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങൂ. അതിനുവേണ്ടിയാണ് നാരദമുനി ആ ധനുജനെ പുകഴ്ത്തി പറഞ്ഞത്. പ്രളയവാരിധിയിൽ ഭൂമി മുഴുവനും മുങ്ങിപ്പോയി എങ്കിലും ഹിരണ്യാക്ഷന് വെള്ളം മുട്ടോളമേ ഉള്ളൂ. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ ഹിരണ്യാക്ഷന് കുറച്ചു ദൂരമേ കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം 3 ജന്മം കൊണ്ടല്ലേ അയാൾക്ക് പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കൂ. ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാരാണല്ലോ ഇപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായി ജനിച്ചത്. കാരണം ഭഗവത് ദർശനത്തിന് എത്തിയ സനൽകുമാരന്മാരെ തടഞ്ഞു. അതുകൊണ്ട് അവർ ശപിച്ചു, അസുരന്മാരായി ഭൂമിയിൽ പതിക്കട്ടെ എന്ന്. ശാപമോക്ഷമിരുന്നു. വിദ്വേഷഭക്തിയിലൂടെ നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാമെന്ന് ശാപമോക്ഷം നൽകി. ആ അസുരന്മാരുടെ ആദ്യത്തെ ജന്മമാണിത്, ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും. ഇത് നാരദമുനിക്കറിയാം. സ്വന്തം സ്തുതിയും ഭഗവത് നിന്ദയും അവനെ കൂടുതൽ ഭഗവാനോട് അടുപ്പിക്കും. ഭഗവാനോട് വിദ്വേഷമുണ്ടാവണം. വൈരം അഥവാ സംരംഭയോഗമാണല്ലോ അവൻ്റെ വരം. അതിന് ഭഗവാനിൽ വിദ്വേഷമുണ്ടാക്കി അവന് മോക്ഷം കിട്ടാനാണ് കപടപടുദ്ധിയായിട്ടുള്ള നാരദമുനി വഴികാട്ടിയായിട്ട് ഗുരുവായിട്ട് ഹിരണ്യാക്ഷൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്തത് എന്ന് 2ാമത്തെ ശ്ലോകത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്ലോകം 2. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ കോസോ കോസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരനിധരമുദ്യന്തമുദകാത്. അന്വയാർത്ഥം നോക്കാം. ഹേ പ്രഭോ, അല്ലയോ ലോകനാഥ, മായാവീ മായാമയനായ സഹവിഷ്ണു, ആ വിഷ്ണു ഭവതീയാം വസുമതിയും അങ്ങയുടെ ഭൂമിയെ ഹരതി അപഹരിക്കുന്നു. കഷ്ടം കഷ്ടം, ഇത് മഹാകഷ്ടം തന്നെ. ഇതം കിം, ഇതെന്താണിങ്ങനെ? ഇതി എന്ന് തേന, ആ നാരദനാൽ അഭിഗതിതഃ പറയപ്പെട്ടവനും. അസൗകോ ഇവനെവിടെ, അസൗകോ ഇവനെവിടെ, ഇതി എന്നിപ്രകാരം നദൻ ഉച്ചത്തിൽ ഗർജിക്കുന്നവനും മുനിന നാരദമുനിയാൽ ദർശിതപഥ മാർഗം കാണിച്ചു കൊടുക്കപ്പെട്ടവനുമായ സഹ ആ ഹിരണ്യാക്ഷൻ ധരണിധരം ഭൂമിയെ ധരിച്ചിരിക്കുന്നവനും ഉദകാത് ജലത്തിൽ നിന്നും ഉദ്യന്തം പൊങ്ങി വരുന്നവനുമായ ഭവന്തം സംപ്രാപത് അങ്ങയെ പ്രാപിച്ചു. സമായാവി വിഷ്ണു എന്നാണ് നാരദൻ പറഞ്ഞത്. ആ വിഷ്ണു മായാവിയാണ്, എന്തും കാണിക്കാൻ കഴിയും. വിഷ്ണുഹു എന്നാൽ അതിൻ്റെ വ്യുൽപ്പത്തി വ്യാപ്നോതി ഇതി വിഷ്ണുഹു, എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിഷ്ണു. പക്ഷേ കാണാൻ സാധിക്കുന്നില്ല, മായാവിയല്ലേ. ചിലപ്പോൾ തെളിയും, എന്നിട്ട് മറയും. രൂപമുണ്ടെന്ന് തോന്നും, എന്നാൽ പ്രത്യേകിച്ചൊരു രൂപവുമില്ല. ഗുണമുണ്ടെന്ന് തോന്നും, പക്ഷേ നിർഗുണനാണ്. ഒന്നുമായും ബന്ധമില്ല, എന്നാൽ എല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇപ്പോൾ മായാവി തന്നെ. ആ മായാവിയായ വിഷ്ണു എന്താ ചെയ്തത്? ഭവദീയാം വസുമതിം ഹരതീം, ഹേ ഹിരണ്യാക്ഷ, അങ്ങയുടെ അധീനത്തിൽ വച്ചിരുന്ന ഭൂമിയെ അതാ തട്ടിക്കൊണ്ടുപോകുന്നു.
ഹിരണ്യാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിരണ്യം എന്നാൽ സ്വർണം എന്നാണ് അർത്ഥം. അക്ഷം എന്നാൽ കണ്ണ്. അപ്പോൾ സ്വർണത്തിൽ കണ്ണുള്ളവൻ, ഭൗതികമായ സമ്പത്തിൽ മാത്രം ശ്രദ്ധയുള്ളവൻ എന്നർത്ഥം. ഭൂമി സമ്പത്തിൻ്റെ ഇരിപ്പിടമാണ്. ഭൂമിദേവി രത്നഗർഭയാണ്. അങ്ങനെ സമ്പത്തിൻ്റെ ഇരിപ്പിടമായ ഭൂമിയെ അതാ വിഷ്ണു അപഹരിച്ചു കൊണ്ടുപോകുന്നു. പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ. ഹേ ലോകൈക ശക്തനായ ഹിരണ്യാക്ഷ, ഇത് മഹാകഷ്ടം തന്നെയല്ലേ. എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇപ്രകാരം നാരദൻ പറഞ്ഞപ്പോൾ നദൻ കോസോ കോസോ ഇതി സമുനിനാ ദർശിത പഥോ. അവനെവിടെ അവനെവിടെ എന്ന് അലറി വിളിച്ച് ഗർജിച്ചു കൊണ്ട് നിൽക്കുന്ന ഹിരണ്യാക്ഷന് നാരദമുനി വിഷ്ണുവിൻ്റെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഹിരണ്യാക്ഷൻ എന്തു ചെയ്തു? ഭവന്തം സംപ്രാപധരണിധരം ഉദ്യന്തമുദകാത്. ഭൂമിയെ തൻ്റെ തേറ്റമേലെടുത്ത് ആ കാരണജലത്തിൽ നിന്നും പൊങ്ങി വരുന്ന വരാഹസ്വരൂപിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അവൻ പാഞ്ഞെത്തി. നാരദൻ സത്യദർശിയാണ്. ഈശ്വര ദർശനത്തിന് ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. സത്യാന്വേഷകൻ ലക്ഷ്യത്തിലേക്കുള്ള വഴി അറിയാതെ ചുറ്റിത്തിരിയുമ്പോൾ മാർഗം കാണിക്കാൻ ഒരു ഗുരു വന്നെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഗുരുക്കന്മാരെ അന്വേഷിച്ചു പോകണ്ട. ഗുരു കാരുണ്യപൂർവം നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾക്ക് പാകത വരണം എന്ന് മാത്രം. ഗുരു അനുഗ്രഹമുണ്ടെങ്കിലേ നമുക്ക് ജന്മസാഫല്യം ഉണ്ടാകൂ. ഉത്തമ ഗുരുനാഥനെ ശരണം പ്രാപിക്കുക തന്നെയാണ് മനുഷ്യജന്മത്തിൽ ഉത്തമമായിട്ടുള്ളത്. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം ശ്ലോകം 3. അഹോ ആരണ്യോയം മൃഗയിതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിധ്യന്തം ദിദിസുതമപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ധാ മൃധവിധൗ. അന്വയാർത്ഥം നോക്കാം. അഹോ കഷ്ടം. അയം ആരണ്യഃ മൃഗഃ, ഇവൻ കാട്ടിലുള്ള മൃഗമാണ്. ഇതി ഹസന്തം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവനും, ബഹുതരൈഹി പലതരത്തിലുള്ള, ദുരുക്തൈഹി ദുർവാക്കുകൾ കൊണ്ട്, വിധ്യന്തം മർമ്മം ഭേദിക്കുന്നവനുമായ ദിദിസുതം ദിദിയുടെ പുത്രനായ ഹിരണ്യാക്ഷനെ അവജ്ഞായ നിസാരനായി കരുതിയിട്ട്, ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ്, ദംഷ്ട്രാ ശിരസി തേറ്റയുടെ അറ്റത്തുള്ള, മഹീം ഭൂമിയെ, ചകിതാം ദൃഷ്ട്വാം ഭയന്നവളായി കണ്ടിട്ട്, സ്വേന മഹസ സ്വന്തമായ തേജസ്സുകൊണ്ട്, പയോധൗ ജലത്തിനുപരി, ആധായ ഉറപ്പിച്ചു വച്ചിട്ട്, പ്രസഭം നിർബന്ധമായി തന്നെ, മൃധവിധൗ ഉദയുങ്ധ യുദ്ധം നടത്തുന്നതിന് തയ്യാറായി. ഇവിടെ വരാഹസ്വരൂപിയായ ഭഗവാനെ ആ ഹിരണ്യാക്ഷൻ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? അഹോ ആരണ്യോയം മൃഗയിതി. അയ്യേ, ഇതൊരു കാട്ടുമൃഗമാണല്ലോ, ഒരു പന്നിയുടെ രൂപമാണല്ലോ എന്ന് ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയാതെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു. എന്നിട്ടോ ബഹുതരൈഹി ദുരുക്തൈ വിധ്യന്തം, ഭഗവാനെ പലതരത്തിലുള്ള ദുർവാക്കുകൾ കൊണ്ട് പുച്ഛിച്ചു. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? ദിദിസുതം അവജ്ഞായ, ആ ദിദിയുടെ പുത്രനായ ഹിരണ്യാക്ഷനെ അവഗണിച്ചു. അവൻ പറയുന്നതൊന്നും കേട്ടതായി പോലും നടിച്ചില്ല. എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ആന തിടമ്പും കൊണ്ടുപോകുമ്പോൾ പട്ടി കുരയ്ക്കും. ആന അല്പം പോലും മൈൻഡ് ചെയ്യാറില്ലല്ലോ. അതുപോലെ ഭഗവാൻ അവൻ്റെ വാക്കുകളെയെല്ലാം അവഗണിച്ചു. പക്ഷേ ഭഗവാന്റെ തേറ്റമേലിരുന്ന ഭൂമി എന്ത് ചെയ്തു? മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം, അവൻ്റെ ഗർജനവും ഭാഷയും ഭഗവാനോടുള്ള നിന്ദയും ചീത്തഭാഷ പറച്ചിലും ഒക്കെ കേട്ടിട്ട് മഹീം ചകിതാ ഭയന്നു. ഭൂമിദേവി ഭയന്നു, പേടിച്ചുപോയി, വിറച്ചുപോയി. ഭൂമിദേവി വിറയ്ക്കാൻ തുടങ്ങി. ഭൂമിദേവി വിറയ്ക്കുന്നതായി കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സ്വേന മഹസാ പയോധോ വാധായ, ഭഗവാന്റെ സ്വന്തം തേജസ് കൊണ്ട് സമുദ്രജലത്തിന് മീതെ ഭൂമിയെ ഉറപ്പിച്ചു വെച്ചു. ഭഗവത് തേജസ് കൊണ്ടാണ് ഭൂമി താഴാതെ ജലത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്തു ചെയ്തു? പ്രസഭം മൃതവിധൗ ഉദയുങ്ധ,
ഉടനെ തന്നെ ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി. എന്നിട്ട് എന്തു ചെയ്തു എന്ന് അടുത്ത ശ്ലോകത്തിലാണുള്ളത്. ഹരി ഓം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്ലോകം 4. ഗതാപാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖടഖടരവോത്ഖുഷ്ടവിയതാം രണാലോകോത്സുക്യാത് മിളതി സുരസംഘേ ദ്രുതമമം നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ. അന്വയാർത്ഥം നോക്കാം. ഗതാപാണോ, ഗദ കയ്യിലെന്തിക്കൊണ്ട്, ദൈത്യേഹി ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ ഭഗവാൻ, ത്വമപി ഭഗവാനെ അങ്ങും, ഗൃഹീതോന്നത ഗദഹ ഉന്നതമായ ഗദ എടുത്തവനായിട്ട്, ഖടഖടരവോത്ഖുഷ്ടവിയത ഖട ഖട എന്ന ശബ്ദത്തോടുകൂടി, നുയുദ്ധേന ക്രീഡൻ യുദ്ധം കൊണ്ട് ക്രീഡിക്കുമ്പോൾ, രണാലോകോത്സുക്യാത് യുദ്ധം കാണാനുള്ള ആഗ്രഹത്താൽ, സുരസംഘേ മിളിതേ ദേവസമൂഹം ഒന്നിച്ചു കൂടിയപ്പോൾ, സന്ധ്യാതഃ സന്ധ്യാസമയത്തിന് പ്രഥമം മുമ്പ് തന്നെ, അമും ഇവനെ, ദ്രുതം നിരുന്ധ്യാഹ വേഗം നിഗ്രഹിക്കണം, ഇതി ധാത്രാ ജഗദിഷേ എന്ന് ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു. ഗദാപാണോ ദൈത്യെ, അസുരൻ കയ്യിൽ ഗദയുമായിട്ട് വന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ത്വം അപി ഹി ഗൃഹീതോന്നത ഗദോ, ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് അങ്ങയുടെ ഉന്നതമായ ഗദ കയ്യിലെടുത്തു. ഭഗവാന്റെ മഹത്തായ ഗദയുടെ പേരാണ് കൗമോദകി. ഭഗവാന്റെ കയ്യിലെ മഹത്തായ കൗമോദകി എന്ന ഗദ എടുത്തിട്ട് എന്ത് ചെയ്തു? നിയുദ്ധേന ക്രീഡൻ ഖടഖടരവോത്ഖുഷ്ടവിയത, രണ്ടുപേരും കൂടി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഭഗവാന് ഇത് യുദ്ധമാണ്, ഭഗവാന് ഇതൊരു കളി മാത്രം, ഒരു ലീല. ഗദകൾ കൂട്ടിമുട്ടി ഖട ഖട എന്ന ശബ്ദം ആകാശത്ത് മാറ്റൊലിക്കൊണ്ടു. ഭട്ടതിരിപ്പാടിൻ്റെ യുദ്ധവർണ്ണനയിലുള്ള ആ പദപ്രയോഗങ്ങൾ വളരെ ഗംഭീരമായിരിക്കുന്നു. ഭട്ടതിരിപ്പാട് യുദ്ധം കണ്ടിട്ടാണോ വർണ്ണിക്കുന്നത് എന്ന് തോന്നും. അപ്പോൾ യുദ്ധം കാണാൻ ആരൊക്കെ എത്തി? രണോലോകോത്സുക്യാത് മിളതി സുരസംഘേ, യുദ്ധം കാണാനുള്ള കൗതുകത്താൽ ദേവസമൂഹം ആകാശത്ത് അണിനിരന്നു. എന്നിട്ട് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു, എന്താണ് ഉണർത്തിച്ചത്? അതിഘോരമായ ഗദായുദ്ധം കൊണ്ട് ലോകാനുഗ്രഹം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് ഇവനെ ഒട്ടും താമസിക്കാതെ സന്ധ്യയാകുന്നതിന് മുമ്പ് കൊല്ലണം. കാരണം സന്ധ്യാസമയത്ത് അസുരന്മാർക്ക് അവരുടെ ശക്തി വർദ്ധിക്കും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് ഈശ്വര ചിന്തയോടെ കഴിയണമെന്ന് ആചാര്യന്മാർ പറയുന്നത്. അതിനു വേണ്ടിയാണ് വിളക്ക് കത്തിച്ച് നാമം ജപിക്കണമെന്ന് പറയുന്നത്. ഭഗവത് നാമം ജപിക്കുന്നിടത്ത് അസുരന്മാർ വരില്ല. ഒരു 10 വർഷം മുമ്പ് വരെ നമ്മൾ സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് കത്തിക്കുകയും സാമ്പ്രാണിത്തിരി കർപ്പൂരമൊക്കെ കത്തിച്ച് നാമം ജപിക്കുകയും ചെയ്യുമായിരുന്നു. സന്ധ്യയ്ക്ക് ആഹാരമൊന്നും കഴിക്കില്ല. കാരണം സന്ധ്യാസമയത്താണ് അണുപ്രസരണം നടക്കുക. അണുക്കൾ സൂക്ഷ്മമാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഒന്നും വേണ്ട, സന്ധ്യയ്ക്കാണല്ലോ കൊതുക് ശല്യം കൂടുതൽ അനുഭവപ്പെടുന്നത്. അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സന്ധ്യയായാൽ അസുരന്മാർക്ക് ശക്തി കൂടും. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് അസുരനെ വധിക്കണമെന്ന് ബ്രഹ്മാവ് ഭഗവാനോട് ഉണർത്തിച്ചു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്ലോകം 5. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഛടിതി പതിതായാമഹഃ ഭോഃ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. അന്വയാർത്ഥം നോക്കാം. ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള ഗദോന്മർദ്ദേ തസ്മിൻ, ഗദ കൊണ്ടുള്ള ആ യുദ്ധത്തിൽ, തവ ഖലു ഗദായാം ദിദിഭുവോഹോ, ഭഗവാനെ അങ്ങയുടെ ഗദ ആ ദൈത്യൻ്റെ അടിയേറ്റ്, ഗദാഘാതാത് ഭൂമൗ ഛടിതി പതിതായാം, ഭൂമിയിൽ പെട്ടെന്ന് വീണു. അഹഹ ഭോഹോ, ഇത് അത്ഭുതം തന്നെ ഭഗവാനെ. എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്തു? മൃദുസ്മേരാസ്യഹ, ഭഗവാൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുന്നു. മൃദുവായി ചിരിച്ചുകൊണ്ട്
ആ ദൈത്യന് ദർശനം കൊടുക്കുകയാണ്. എങ്ങനെ? ധനുജകുല നിർമൂലനചണം, ധനുജകുലത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് സമർത്ഥമായ മഹാചക്രം സ്മൃത്വ, സുദർശന ചക്രത്തെ സ്മരിച്ചു. കരഭുവി ദധാനഹ, ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം ധരിച്ചുകൊണ്ട് രുരുചിഷേ, ഭഗവാനത ശോഭിച്ചു നിന്നു. ഭഗവാനും ഹിരണ്യാക്ഷനും കൂടി അത്യുഗ്രമായ ഗദായുദ്ധം നടക്കുന്നു. ഇതാ ഇവിടെ ഒരു ലീല ഭഗവാൻ കാണിക്കുകയാണ്. ഹിരണ്യാക്ഷന്റെ ഗദാപ്രഹരമേറ്റ് ഭഗവാന്റെ ഗദ താഴെ വീണു. ഇതെന്തൊരത്ഭുതമാണ്! എന്നിട്ടോ ഭഗവാനത മൃദുസ്മേരാസ്യഹ, പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉടനെ അസുരവംശത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഭഗവാന്റെ മഹാചക്രത്തെ സ്മരിച്ചു. സുദർശന ചക്രം കയ്യിൽ വന്നു ചേർന്നു. ഭഗവാൻ ആരാണ്? ഭഗവാൻ ഭക്തദാസനാണ്. ഭക്തന്റെ വിജയമാണ് ഭഗവാന്റെ ലക്ഷ്യം. പിന്നെ എങ്ങനെ ഗദ താഴെ വീഴാതിരിക്കും? ഇനി കൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാം താൻ ഭക്തദാസനാണെന്ന് തെളിയിച്ചുകൊണ്ട് ദ്വന്ദ്വയുദ്ധം കളിച്ച് തൻ്റെ പ്രിയ കൂട്ടുകാരനായ സുദാമാവിനു വേണ്ടി തോറ്റുകൊടുക്കുന്നത്. സുദാമാവിനെ തൻ്റെ തോളിലേറ്റി നടക്കുന്ന രംഗം. ഭക്തപരായണനായ ഭഗവാന്റെ ഭക്തവാത്സല്യം എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ഇവിടെ ഹിരണ്യാക്ഷൻ ആരാണ്? ഭഗവാന്റെ ഭക്തനായ പാർഷദനാണ്. അവനെ അനുഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഗദ പതിക്കലും പുഞ്ചിരി പൊഴിക്കലും ഒക്കെ. തൻ്റെ തേജസ്സിൻ്റെ ശക്തി തന്നെയാണ് അവനിലും പ്രവഹിക്കുന്നത്. ഭഗവാനത തൻ്റെ സുദർശന ചക്രം പിടിച്ച് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് തൻ്റെ ഭക്തന് ദർശനം കൊടുത്തു. ഇത് തന്നെയല്ലേ എല്ലാവരും കാണാൻ കൊതിക്കുന്നത്? എല്ലാവരും ഒരേ രൂപത്തിലല്ല കാണുന്നത്. നമ്മൾ ഏതു രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നുവോ, ഏതു രൂപത്തിലാണോ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ആ ധ്രുവബാലന് ഗരുഡാധിരൂഢനായി ദർശനം കൊടുത്തില്ലേ? അർജുനന് വിശ്വരൂപം ദർശനം കൊടുത്തു. പ്രഹ്ലാദന് നരസിംഹരൂപത്തിൽ. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഭഗവാൻ ദർശനം കൊടുക്കുന്നത്. എത്ര ഭക്തന്മാരാണ് ഭഗവത് ദർശനം നൽകിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് തന്നെ കുരൂരമ്മയ്ക്ക് ഉണ്ണിക്കണ്ണനായി, പൂന്താനത്തിനും ഉണ്ണിക്കണ്ണനായി, വില്വമംഗലത്തിന് അനന്തപത്മനാഭസ്വാമിയായി, ഭട്ടതിരിപ്പാടിന് കിശോരവേഷനായി, 16 വയസ്സുള്ള ബാലനായി ഭഗവാനെ ദർശിച്ചുവെന്ന് നാരായണീയത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെ ദർശനം നമുക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13, അതിലെ 6ാമത്തെ ശ്ലോകം മുതലാണ് നമുക്കിനി നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 6. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുതം സ്ത്വാം സമതനോദ് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഹി. അന്വർത്ഥം നോക്കാം. തതഹ, അതിനുശേഷം, കാലപ്രതിമ ഋഷി, കാലനു തുല്യം കോപിച്ചവനായ, ദൈത്യേ, ആ ഹിരണ്യാക്ഷൻ, ശൂലം, ശൂലത്തെ, വിസൃജതി, എറിഞ്ഞപ്പോൾ, ഭഗവാന്റെ നേരെ ആ ഹിരണ്യാക്ഷൻ കോപിച്ചിട്ട് ശൂലമെറിഞ്ഞു. അപ്പോൾ ത്വയി, ഭഗവാനെ അങ്ങ്, കരകലിത ചക്രപ്രഹരണാത്, കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ടുള്ള പ്രഹരണത്താൽ, ഏനത്, ആ ത്രിശൂലത്തെ, ചിന്തതി, മുറിച്ചു. സഹ ദൈത്യ, ആ അസുരൻ, സമാരുഷ്ട, അപ്പോൾ നല്ലവണ്ണം കോപിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ത്വാം, ഭഗവാനെ അങ്ങയെ, മുഷ്ട്യാ, മുഷ്ടി കൊണ്ട്, കൈ മുറുക്കി, വിദുതൻ ഖലു, ഇടിച്ചു എന്ന് മാത്രമല്ല, ഗളൻ മായേ ത്വയി, മായയ്ക്ക് അതീതനായ അങ്ങയെ, ജഗൻ മോഹനകരീഹി മായ, ജഗത്തിനെ മയക്കുന്ന മായാജാലങ്ങൾ, സമതനോദ് കില, പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. ചക്രധാരിയായി നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് അസുരൻ കാലപ്രതിമ ഋഷി, യമതുല്യനായിട്ട്, ക്രോധാകുലനായിട്ട് ശൂലമെടുത്ത് ഭഗവാന്റെ നേരെ എറിഞ്ഞു. ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ കയ്യിലെ ചക്രം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു. അത് കണ്ടപ്പോൾ ഹിരണ്യാക്ഷന് കോപം വർദ്ധിച്ചു. അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി ഭഗവാനെ ഇടിച്ചു. എന്ന് മാത്രമല്ല,
പല മായാപ്രയോഗങ്ങളും കാണിച്ചു. ജഗന്മോഹനകരീ മായാഹ എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ആരോടാണ് മായ കാണിക്കുന്നത്? മായാദിനാഥനായ ഭഗവാനോട്. വലിയ മായ കാണിച്ച് ജഗത്തിനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ലയിപ്പിക്കുന്ന സർവേശ്വരനോടാണ് ആ ദൈത്യൻ മായ കാണിക്കുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, ദൈവീഹേഷ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഈ മായയിൽ നിന്നും രക്ഷപ്പെടാൻ എന്നെ ശരണം പ്രാപിക്കൂ. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് മായയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞ ഭഗവാനോടാണ്, മായാദിനാഥനായ ഭഗവാനോടാണ് ദൈത്യൻ മായാവിദ്യകൾ കാണിക്കുന്നത്. അവൻ്റെ മായ ഭഗവാനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. ഹിരണ്യാക്ഷൻ തൻ്റെ മായാപ്രയോഗത്തിലൂടെ മുക്തി നേടുകയാണ് ചെയ്തത്. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം ശ്ലോകം 7. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദധഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഹി. അന്യാർത്ഥം നോക്കാം. തതഹ ഉടനെ തന്നെ, അനന്തരം, അതായത് ഹിരണ്യാക്ഷൻ മായകൾ പ്രയോഗിച്ചതിനെ തുടർന്ന്, ഭവച്ചക്രേ ഭഗവാന്റെ ചക്രത്തിൻ്റെ, ജ്യോതിഷ്കണലവ ജ്യോതിസിൻ്റെ അംശമേറ്റ്, നിപാതേന പതിച്ചു. എന്താ പതിച്ചത്? മായാചക്രേ വിദുരേ അസുരൻ്റെ മായ സമൂഹം മുഴുവനും മാറി, ഇല്ലാതായി. അപ്പോൾ അസുരന് ദേഷ്യം വന്നു. അസുരൻ എന്തു ചെയ്തു? വിദധഘനരോഷാന്തമനസം കോപിച്ച് മതിമറന്ന മനസ്സോടെ, ഗരിഷ്ഠാഭിഹി വളരെ ശക്തങ്ങളായ, മുഷ്ടിപ്രകൃതിഭിഹി മുഷ്ടി താടനങ്ങൾ കൊണ്ട്, അഭിഘ്നന്തം ഭഗവാനെ ആക്രമിച്ചു. ഭഗവാനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ അസുരനെ ഭഗവാൻ എന്തു ചെയ്തു? അസുരനെ സ്വപാദാങ്കുഷ്ടേന തൻ്റെ പാദത്തിലെ പെരുവിരൽ കൊണ്ട്, ശ്രവണപദമൂലെ ചെവിയുടെ ചുവട്ടിൽ, അതായത് ചെപ്പാക്കുറ്റിക്ക് എന്ന് നമ്മൾ പറയുന്ന ആ സ്ഥാനത്ത്, നിരവധീഹി അടിച്ചു. ഭഗവാനെ ഗുരുവായൂരപ്പ, ആ അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി ദഹിച്ചുപോയി. അപ്പോൾ അവന് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല. കോപം കൊണ്ട് മതിമറന്ന മനസ്സോടെ വളരെ ശക്തിയോടുകൂടി ഭഗവാനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഹി തൻ്റെ പാദത്തിലെ പെരുവിരൽ കൊണ്ട് ചെവിയുടെ ചുവട്ടിൽ, നമ്മൾ കരണക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാൻ ഒരൊറ്റയാടി നന്നായിട്ട് കൊടുത്തു. സ്വപാദാങ്കുഷ്ടേന എന്നതിൻ്റെ സ്ഥാനത്ത് കരാഗ്രേണ സ്വേന എന്ന ചില പുസ്തകങ്ങളിൽ പാഠഭേദം കാണുന്നുണ്ട്. കരേണ കർണമൂലേ എന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. നാൽക്കാലികൾക്ക് മുൻകാലികളെ കൈയായിട്ട് വ്യവഹരിക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഭട്ടതിരിപ്പാട് സ്വപാദാങ്കുഷ്ടേന എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആ അസുരനെ പാദം കൊണ്ട് പ്രഹരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ അനുഗ്രഹിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹായോഗികൾ പോലും അവരുടെ ധ്യാനാവസ്ഥിതമായ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ആ പാദം കൊണ്ടാണ് ഈ ദൈത്യനെ ഭഗവാൻ അനുഗ്രഹിച്ചത്. ഭഗവാന്റെ പാദം എങ്ങനെയുള്ളതാണ്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ് ഭഗവാന്റെ പാദം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹം കിട്ടിയതല്ലേ മഹാബലി. അതുപോലെ തന്നെ അഹല്യ, ഇങ്ങനെ വളരെ 2-3 പേര് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ പാദം കൊണ്ട് അനുഗ്രഹം കിട്ടിയത്. ഇപ്രകാരം ഭഗവാന്റെ പാദപ്രഹരം ഏറ്റ ദൈത്യൻ എന്തു ചെയ്തു എന്ന് അടുത്ത ശ്ലോകത്തിലാണുള്ളത്. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 8-ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 8. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദ് അപദൃഷിഭി ശ്ലാഘിതഹതിഃ തദാതോ മുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. അന്വയാർത്ഥം നോക്കാം. സഹ അപ്രകാരം
മായകളൊക്കെ പ്രയോഗിച്ച അയം ഈ മഹാകായ, മഹാകായനായ ഹിരണ്യാക്ഷൻ, മഹത്തായ ശരീരവും ശക്തിയുമുള്ള ആ ഹിരണ്യാക്ഷൻ, തവ അങ്ങയുടെ ചരണപാദ പ്രമഥിത, ഭഗവാനെ അങ്ങയുടെ ചരണങ്ങൾ കൊണ്ടുള്ള താടനമേറ്റ് ചതഞ്ഞവനായി, വക്ത്രാത് മുഖത്ത് നിന്ന്, ഗളത് രക്ത ഒഴുകുന്ന രക്തത്തോടു കൂടിയവനായി, ഋഷിഭിഹി ഋഷികളാൽ, ശ്ലാഘിത ഹതിഹി ശ്ലാഘിക്കപ്പെട്ട വധത്തോടു കൂടിയവനായി, അപതത് വീണു. തഥാ അപ്പോൾ, ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയാഹ വർദ്ധിച്ച സന്തോഷാതിശയം കൊണ്ട് സന്തുഷ്ടഹൃദയന്മാരായി തീർന്ന മുനീന്ദ്രാഹ മുനിശ്രേഷ്ഠന്മാർ, സാന്ദ്രാഭിഹി അർത്ഥപൂർണമായ സ്തുതിഭിഹി സ്തുതികളാൽ, അധ്വരതനും യജ്ഞശരീരത്തോടു കൂടിയ ത്വാം ഭഗവാനെ അങ്ങയെ അനുവൻ പ്രകീർത്തിച്ചു. ഭഗവാനെ അങ്ങയുടെ കാലുകൊണ്ടുള്ള അടിയേറ്റപ്പോൾ ആ മഹാകായനായ ദൈത്യൻ്റെ വായിൽ നിന്നും ചോര വമിക്കാൻ തുടങ്ങി. അവൻ കുഴഞ്ഞ് താഴെ വീണു. ഇത് കണ്ട മഹർഷിമാർ ആ ദുഷ്ടനിഗ്രഹത്തെ പുകഴ്ത്തിപ്പറഞ്ഞു. മഹർഷി ശ്രേഷ്ഠന്മാർ വളരെ സന്തോഷിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അധ്വരം എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നാണ് അർത്ഥം. അധ്വരതനും യജ്ഞം തന്നെ മൂർത്തിയായിരിക്കുന്നവൻ, ഭഗവാനെ യജ്ഞസ്വരൂപനായിട്ട് കണ്ടുകൊണ്ടാണ് അവർ സ്തുതിച്ചത്. ഭഗവാന്റെ ശരീരം യജ്ഞാംഗങ്ങളാണ്. യജ്ഞസ്വരൂപനാണ് പരബ്രഹ്മ. പരമാത്മാവിൻ്റെ യജ്ഞമാണ് പ്രപഞ്ചരൂപത്തിലുള്ളത്. പ്രപഞ്ചസ്വരൂപം ഭഗവാൻ അർപ്പിച്ച ദ്രവ്യയജ്ഞവും ബ്രഹ്മസ്വരൂപം ഭഗവാന്റെ ജ്ഞാനയജ്ഞവുമാണ്. അവയവങ്ങളാക്കി യജ്ഞത്തെയും ഭഗവാനെയും പറ്റി പറയുമ്പോൾ ഭഗവത് സ്വരൂപ ധ്യാനം തന്നെ വലിയ യജ്ഞമാണെന്ന് വരുന്നു. അതാണല്ലോ ഭഗവാന്റെ കേശാദിപാദം യജ്ഞസാമഗ്രികളായി കണ്ട് കീർത്തിക്കപ്പെടുന്നത്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല എന്ന് എടുത്തു പറയുന്ന ദാർശനികനായ കവി പരമാത്മ തത്വത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കണം. ഹരി ഓം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 13 ശ്ലോകം 9. ത്വജിച്ഛന്തോ രോമസ്വപി കുശഗണചക്ഷുഷി ഘൃതം ചതുർഹോദാരോഘ്രൗ സൃഗഭിവദനെ ചോദരയിടാ ഗ്രഹാജഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദഃ. അന്വയാർത്ഥം നോക്കാം. ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുന്നത് വരദ എന്നാണ്. ഹേ വരദ, ഹേ ഭഗവാനെ, അങ്ങ് ആരാണ്? വരങ്ങൾ നൽകുന്നവനാണ്. ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ ഭഗവാനെ വരദ എന്ന് സംബോധന ചെയ്യുന്നത്. ഭട്ടതിരിപ്പാടിന് ഭഗവാൻ എല്ലാം നൽകി അനുഗ്രഹിച്ചില്ലേ? എന്തൊക്കെയാണ് നൽകിയത്? എൻ്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച ഭട്ടതിരിപ്പാടിന് രോഗം നിശേഷം മാറ്റി. ആരോഗ്യം, കവിത്വം, ശ്രദ്ധ, സമർപ്പണം, മുക്തി എല്ലാം നൽകി അനുഗ്രഹിച്ചു. നാരായണീയം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഇതെല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹേ വിഭോ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, എല്ലായിടത്തും ഭഗവാനാണ്. വിശേഷേണ ഭവിച്ചവൻ എന്നും ഒരർത്ഥമുണ്ട്. എത്ര എത്ര വിശേഷ രൂപത്തിലും ഭാവത്തിലുമാണ് ഭഗവാൻ അവതരിച്ചത്. മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, രാമോ, രാമഹ, രാമശ്ച, ശ്രീകൃഷ്ണ, കൽക്കി, അങ്ങനെ വിശേഷമായി ഭവിച്ചവൻ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ആരാണ്? പരപുരുഷ, ശ്രേഷ്ഠനായ പുരുഷനാണ്, പുരുഷോത്തമനാണ് അങ്ങ്. അങ്ങയുടെ തേ ത്വജി ഛന്ദഃ, ഭഗവാനെ അങ്ങയുടെ ത്വക്കിൽ ഛന്ദസ്സുകളാണ്, വേദങ്ങളാണ്. സകല ജ്ഞാനവും ത്വക്കിലാണ് ഇരിക്കുന്നത്. രോമസു കുശഗണഃ അപി, രോമങ്ങൾ ദർഭപ്പുല്ലിന് കൂട്ടമാണ്. യജ്ഞത്തിനുപയോഗിക്കുന്ന ദർഭപ്പുല്ല് അത് ഭഗവാന്റെ രോമങ്ങളാണ്. ചക്ഷുഷാ ഘൃതം, കണ്ണിൽ നെയ്യും. അംഘ്രൗ ചതുഹു ഘോദാരഃ, പാദങ്ങൾ 4 ഇർത്തിക്കുകളും, അതായത് പുരോഹിതന്മാർ 4 ഹോതാക്കൾ. വദനേ സൃഗ് അപി, മുഖത്തിൽ സൃക്കും, ഹോമത്തവിയാണ് ഭഗവാന്റെ മുഖം.
ഉദരേ ഇടാച്ച, വയറ്റിൽ ഹോമദ്രവ്യ പാത്രവും, അതായത് ഹവിസ് പകർന്നു വയ്ക്കാനുള്ള പാത്രമാണ് ഉദരം. ജുഹ്വായാം ഗ്രഹാഹ, നാവിൽ സോമരസ പാത്രങ്ങളും. കർണേച ചമസ, ചെവികൾ ഭക്ഷണ സാധനങ്ങൾ പകർന്നു വയ്ക്കാനുള്ള പാത്രങ്ങളുമാണ്. സോമഹ വീര്യം, സോമരസം, അതായത് ഭഗവാന്റെ വീര്യം രേതസ്സാണ്. ഗളദേശേപ്യുപസദഃ, കഴുത്തിൽ ഉപയജ്ഞങ്ങളും ഭവന്തി ആകുന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ ഭാഗവും യജ്ഞത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാകുന്നു. ഭഗവാൻ യജ്ഞസ്വരൂപനാണ്. യജ്ഞോ വൈ വിഷ്ണുഹു, യജ്ഞമെന്നാൽ വിഷ്ണു തന്നെയാണ് എന്നാണ് ശ്രുതിവചനം. അതുപോലെ ഭഗവാനിൽ നിന്നും വന്ന ഈ പ്രപഞ്ചവും നാമും എല്ലാം യജ്ഞം തന്നെയാണ്. തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്നല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം എന്നും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ 14-15 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതായത് സകല ജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് ഉണ്ടായത്. നിലനിൽക്കണമെങ്കിൽ അന്നം വേണം. അന്നം എവിടെ നിന്നുണ്ടാകുന്നു? പർജന്യാത്, മേഘം, മഴയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ മഴ എന്തുകൊണ്ടുണ്ടാകുന്നു? യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. യജ്ഞം വിഹിതമായ കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. കർമ്മം വേദത്തിൽ നിന്നുണ്ടായി, വേദം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. അതിനാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം എന്നും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഭഗവാന്റെ നാമങ്ങൾ യജ്ഞോ യജ്ഞപതി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യമന്നമന്നാദയവച എന്നീ നാമങ്ങൾ ഭഗവാൻ യജ്ഞസ്വരൂപനാണ് എന്ന് വ്യക്തമാക്കുന്നു. ഭഗവാൻ തന്നെയാണ് യജ്ഞപതി, യജ്ഞങ്ങളുടെ പാലകൻ ഭഗവാനാണ്. യജ്ഞാംഗഃ, യജ്ഞാംഗങ്ങളും ഭഗവാൻ തന്നെയാണ്. എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇപ്രകാരം യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ അതത് അവയവങ്ങളെ അതത് യജ്ഞ ഉപകരണങ്ങളായിട്ട് കൽപ്പിച്ചിട്ടാണ് മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചത്. നമ്മുടെ ഓരോ അവയവവും ശരീരവും മനസ്സും എല്ലാം യജ്ഞ ഉപകരണങ്ങൾ തന്നെയാണ്. സർവഭൂത ഹിതേരഹിതമായ കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്മ ചെയ്യാൻ നമുക്കാകണം. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. അതിലെ അവസാനത്തെ ശ്ലോകമാണ് നമുക്കിനി നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 10. മുനീന്ദ്രേരിത്യാദി സ്തവനമുഖരേർമോദിതമനാഃ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അന്യാർത്ഥം നോക്കാം. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവനമുഖൈഹി. മുനീന്ദ്രൈഹി, മുനിമാർ ഭഗവാനെ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ മോദിതമനാഹ, ആ സ്തുതിഗീതങ്ങളാൽ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ആ മഹർഷീശ്വരന്മാർക്ക് ഭഗവാൻ ദർശനം നൽകി. എങ്ങനെയാ ദർശനം നൽകിയത്? മഹീയസ്യാമൂർത്യാ വിമലതര കീർത്യാ ച വിലസൻ. ഭഗവാനത മഹത്തായ മൂർത്തിയായും നിർമ്മലമായ കീർത്തിയോടും കൂടി ഭഗവാൻ ശോഭിച്ചു. എന്നിട്ടോ സ്വധിഷ്ണ്യം സംപ്രാപ്ത, സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. പിന്നെയോ സുഖരസവിഹാരി, എന്നിട്ട് പരമാനന്ദത്തോടുകൂടി അവിടെ വിഹരിച്ചു. വൈകുണ്ഠം എന്നാൽ യാതൊരു കുണ്ഠതയുമില്ലാത്ത ഇടം എന്നാണ് അർത്ഥം. അവിടെ ദുഃഖമില്ല, വിഷമമില്ല, സങ്കടമില്ല, ആനന്ദം മാത്രം.
അങ്ങനെയുള്ള വൈകുണ്ഠത്ത് വർത്തിക്കുന്ന ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, ഹേ വാതാലയപതേ, അലയോ ഗുരുവായൂരപ്പ. ഈ പദത്തിന് സൂക്ഷ്മാർത്ഥം കൂടിയുണ്ട്. വാതാലയം, വാത എന്നാൽ പ്രാണൻ എന്നർത്ഥം. വാതാലയം, പ്രാണന്റെ ആലയം ശരീരം, അതിൻ്റെ പതി, ശരീരത്തിൻ്റെ പതി ആത്മാവ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായി ഇരിക്കുന്നവനും ആണ് ഈ ഭഗവാൻ. ആനന്ദസ്വരൂപനായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ വിഹരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് ആരാണ്? ഹേ മധുരിപോ, മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനാണ് ഭഗവാൻ. ഭഗവാന്റെ കർണമലത്തിൽ നിന്നും വന്നതാണ് മധു കൈടഭന്മാർ. 1000 വർഷം യുദ്ധം ചെയ്താണത്രേ മധു കൈടഭന്മാരെ ഭഗവാൻ വധിച്ചത്. എന്നാൽ അത് വച്ച് നോക്കുമ്പോൾ ഭഗവാനെ, എൻ്റെ വാദരോഗം എത്ര നിസാരം. അതുകൊണ്ട് ഭഗവാനെ, നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. ഹേ ഗുരുവായൂരപ്പ, എൻ്റെ സകല രോഗത്തെയും നിശേഷമില്ലാതാക്കി എന്നെ അരോഗദൃഢഗാത്രനാക്കണേ. ബാഹ്യമായ വാതാദി രോഗങ്ങളെയും മാറ്റണം, ഉള്ളിലുള്ള രാഗാദി രോഗങ്ങളെയും മാറ്റിത്തരണം. മനസ്സ് പൂർണ്ണമായും ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച് ഭജിക്കാൻ എനിക്ക് കഴിയണം. അതിനെന്നെ അനുഗ്രഹിക്കണമേ. ചിത്തശുദ്ധി തന്ന് അനുഗ്രഹിച്ച് ആ പരമമായ ആത്മതത്വത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന. എല്ലാ കർമ്മങ്ങളെയും യജ്ഞമായി ചെയ്യാനും ഭഗവത് പൂജയാകാനും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഭഗവാന്റെ സ്തുതികളാകാനും കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമാകാനും നമുക്കും കഴിയണം. ഇവിടെ സനകാദി മഹർഷിമാർ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാനന്ദ സ്വരൂപമായ ഭഗവാന്റെ അത്ഭുതകരമായ തേജസ് ദർശിച്ചിട്ട് ആ മഹീയസിനെ കുറിച്ച് ആനന്ദത്തിൽ മുഴുകി നിർവൃതി പൂണ്ടു. അവരുടെ ഉള്ളിൽ നിന്നും അത്ഭുത അനുഭവത്തെ കുറിക്കുന്ന ദിവ്യമന്ത്രങ്ങൾ പൊന്തി വന്നു. ആ ഭഗവാനാകട്ടെ അതിസൂക്ഷ്മ ലോകത്തിൽ മറഞ്ഞു. സ്വരൂപം പ്രാപിച്ച് ആനന്ദത്തിൻ്റേതായിരിക്കുന്ന മാധുര്യരസമായി മാറി. അങ്ങനെയുള്ള ഭഗവാന്റെ സ്മരണ എല്ലാ രോഗങ്ങളെയും വിസ്മരിക്കത്തക്ക, അഥവാ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി തരത്തക്ക ശക്തിയുള്ളതാണ്. സനകാദികൾ ആത്മജ്ഞാനികളാണ്, ആത്മാരാമന്മാരുമാണ്. അവർക്ക് ഭഗവാനെ ഏതു രൂപത്തിലും ദർശിക്കാം. നാനാരൂപത്തിൽ കാണുമ്പോഴും ഭഗവാന്റെ പരമമായതും ആനന്ദമായതുമായ തേജസ്സായി തന്നെയേ അത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അത് ആനന്ദമയമാണ്, രസാത്മകമാണ്, അനുഭൂതി വിശേഷമാണ്. അതുള്ളിൽ തിങ്ങി നിറഞ്ഞ് സ്വസ്വരൂപം തെളിയുമ്പോൾ ആനന്ദഭൈരവി താനേ വെളിയിൽ വരും. അവരുടെ പരമനിർവൃതികരമായ അനന്തസത്തയുടെ നിത്യസ്മൃതി മനുഷ്യചേതനയെ ആനന്ദ സ്വരൂപമാക്കി ലഹരി പിടിപ്പിക്കും. അങ്ങനെ മനുഷ്യൻ തൻ്റെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തനായി തീരുകയും ചെയ്യും. അതിന് സംശയമില്ല. നമ്മുടെ ദുഃഖമാകുന്ന രോഗത്തിനുപശാന്തി ആ മഹാമന്ത്രം ഉരുവിടുകയും ആ മഹാദർശനം സാധിക്കുകയും മാത്രമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നമുക്ക് ഈ ദശകത്തിൻ്റെ ഫലശ്രുതി നോക്കാം. ആരാണോ ശ്രീയജ്ഞവരാഹമൂർത്തിയുടെ ഹിരണ്യാക്ഷവധം എന്ന ദിവ്യകഥ, ആ അത്ഭുത കഥ കേൾക്കുന്നത്, കീർത്തിക്കുന്നത്, അവർക്ക് സർവപാപമോചനമുണ്ടാകും. കാമ ക്രോധ ലോഭാദിയാകുന്ന സർവശത്രുനാശമുണ്ടാകും. ആരോഗ്യം വർദ്ധിക്കും, പുണ്യം വർദ്ധിക്കും, അന്ധക്കരണ പരിശുദ്ധി ഉണ്ടാകും, അഭീഷ്ടസിദ്ധി ഉണ്ടാകും. എല്ലാത്തിനും ഉപരിയായി നാരായണനോട് ചേരാനും സാധിക്കും. തിരുവനന്തപുരത്തുകാരായ നമ്മൾ ഭാഗ്യവതികളാണ്. നമുക്ക് ഇവിടെ ശ്രീയജ്ഞവരാഹമൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായി തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാനെ ദർശിക്കാനും കീർത്തിക്കാനുമൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. ഭൂമിയെ ഉദ്ധരിക്കാൻ ശ്രീ വരാഹമൂർത്തിയായ ഭഗവാൻ നടത്തിയ ഹിരണ്യാക്ഷവധ രൂപമായ അത്ഭുത കഥ വായിക്കാനും കേൾക്കാനും കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ഭഗവാനെ സ്മരിക്കാൻ അവസരമുണ്ടായി. എല്ലാവർക്കും ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ദീർഘായുസ്സും ആയുരാരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ.